ദൈവദാസിയുടെ മേൽ നീട്ടിപ്പിടിക്കുവാൻ ഞാൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഓർപ്പിക്കുന്നു. നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളുവീൻ എന്ന് ദൈവത്തിൻ്റെ വചനമായ തെസ്സലോനിക്ക ലേഖനത്തിൽ 5-ാം അധ്യായം 12 മുതൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇടിപിന്നിക്കുന്ന നിങ്ങളുടെ മുഴുവൻ കുടുംബങ്ങളുടെ ഭാരം ഈ ചങ്കിനകത്തുണ്ട്. ആ മാർവിടത്തിൽ അത് ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ നിങ്ങളുടെ കരങ്ങൾ ചൂണ്ടിപ്പിടിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധ ദൈവമേ, ഒരു നിയോഗം എന്ന വണ്ണം അങ്ങയുടെ അഭിഷിക്തന്റെ മേൽ എളിയവൻ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. തേജസ്സേറിയ ഒരു അധികാരത്തിന്റെ അഭിഷേകം പട്ടണങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, രാജ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശക്തമായ ദൂതുമായി ഒരു കൊടുങ്കാറ്റ് പോലെ കയറി ചെല്ലുവാൻ ചില രാജ കൊട്ടാരങ്ങൾക്കകത്തു പോലും ദൂതുമായി കയറുന്ന ഒരു പ്രത്യേക അഭിഷേകം ചില ഉന്നതന്മാരുടെ മന്ത്രി തലങ്ങളിൽ, ഔദ്യോഗിക തലങ്ങളിൽ, വലിയ ഓഫീസേഴ്സിന്റെ ഓഫീസുകളിൽ ദൂതുമായി ചെല്ലുവാൻ ഒരധികാരം ഇന്ന് പകൽ നിന്റെ മകന്റെ മേൽ പകരുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. കുന്ന് 2 എന്ന് പറഞ്ഞ് ഒരു കഴുതയുടെ പച്ചത്താടിയല്ലുകൊണ്ട് പെലിസ്ത്യ മണ്ഡലങ്ങളെ തകർത്ത ഒരു ശിംശോനെ പോലെ ഈ യുഗത്തിന്റെ, ഈ കാലഘട്ടത്തിന്റെ ഒരു ശബ്ദമാക്കി നിന്റെ മകനെ മാറ്റണമേ കർത്താവേ. രോഗങ്ങളുടെ മേൽ, ഭൂതങ്ങളുടെ മേൽ, അന്ധകാര ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു അഭിഷക്തൻ നിന്റെ മകനെ വേർതിരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തിയായി, അതേ, അനേകർക്ക് പ്രയോജനമുള്ള ഒരു ട്രാൻസ്ലേറ്റർ മാത്രമല്ല, ശക്തമായ ദൂതുകൾ പറയുന്ന ഒരു പ്രവാചകയായി, ഒരു വെളിപ്പാടുള്ളവളായി, ഒരു രോഗശാന്തി വരമുള്ളവളായി ഈ പൈതലിനെ മാറ്റണമേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമം ചൊല്ലി നിന്റെ മകളെ ഞാൻ അനുഗ്രഹിച്ച് രക്തം കൊണ്ട് മുദ്രയിടുന്നു. 2 കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സഹശുശ്രൂഷകന്മാരെ എല്ലാം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരിക്കലൂടെ സഭയെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.